ഇതേ ഒരു പീസ് ചക്കയുടെ മടലാണ്. ഇതിന്ന് ചുളയല്ല, ഇതൊരു വലിയ പീസായിരുന്നു. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്, ചെറുതായിട്ട്. ഇതിൻ്റെ ചുളയെല്ലാം ഇറുത്തെടുത്തു. ഇനി ഇരിക്കുന്നത് ചവണിയും അതിൻ്റെ മടലുമാണ് ഇരിക്കുന്നത്. ഈ ചവണി നമുക്ക് ഇറുത്തെടുത്ത് നമുക്ക് ചിപ്സായിട്ട് ഉപയോഗിക്കാം, വറുത്തെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അത് മാറ്റിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മുള്ള ഭാഗം ചെത്തി മാറ്റിയിട്ട് ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് ഇത് സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞെടുത്തിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റി ഒരു അടിപൊളി തീയൽ വെച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിത് വെച്ചിട്ടുള്ളതാണ്. ഞാനിത് കാണിച്ചു തരാം, എങ്ങനെ അരിയേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി തേങ്ങ വറുത്തരച്ച് ഒന്ന് തീയൽ വെച്ച് നോക്കൂ. നമ്മൾ തിരണ്ടി മീനൊക്കെ വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചക്ക കിട്ടുമ്പോൾ ചക്കയുടെ മടലോ ഒന്നും കളയാതെ ഉപയോഗിക്കുക. ഓക്കെ, ബൈ.